ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 431 പോയിൻറ്റ് പോസിറ്റീവാണ്. S&P 89 പോയിൻറ്റും നസ്ഡാക്ക് 390 പോയിൻറ്റും പോസിറ്റീവാണ്. യൂറോപ്യൻ മാർക്കറ്റും നല്ലൊരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 113 പോയിൻറ്റ് ഡൗൺ ആണ്. ഗ്ലോബൽ മാർക്കറ്റൊക്കെ ഇത്ര സ്ട്രോങ് ആയിട്ട് ബുള്ളിഷിൽ നിൽക്കുമ്പോഴും ഗിഫ്റ്റ് നിഫ്റ്റി 113 പോയിൻറ്റ് നെഗറ്റീവായിട്ട് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മെനഞ്ഞാന്നുണ്ടായിട്ടുള്ള ആ ഒരു ഭീകരാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ചില കടുത്ത നടപടികളിലോട്ട് പോയിട്ടുണ്ട്. പാകിസ്ഥാൻ ഇന്ന് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലക്ഷണങ്ങളാണോ ഇന്ത്യൻ മാർക്കറ്റിൽ കാണുന്നതിൻ്റെ സൂചന ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കാണിച്ചു തുടങ്ങിയതിൻ്റെ സൂചനയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇത്രയും വലിയൊരു ഡൗണിൽ നിൽക്കുന്നത്. എന്തായാലും ഗ്ലോബൽ മാർക്കറ്റ് ഇത്രയും ഒരു പോസിറ്റീവിൽ നിൽക്കുമ്പോഴും ഗിഫ്റ്റ് നിഫ്റ്റി ഈ ഒരു നെഗറ്റീവിലോട്ട് സാധാരണ ഇങ്ങനെ ചില സമയത്തൊക്കെ കാണാറുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ആണോ നിൽക്കുന്നതെന്നൊരു സംശയമുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പാനിക് സെല്ലിങ്ങിനുള്ള സാധ്യത ഇന്നത്തെ മാർക്കറ്റിൽ കാണുന്നുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിലോട്ട് നോക്കുമ്പോൾ നിഫ്റ്റി ഇന്നലെയും സ്ട്രോങ് ആയിരുന്നു. ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടിയതിന് ശേഷം മാർക്കറ്റ് നേരെ താഴെ വന്നിട്ട് വീണ്ടും അവിടെ നിന്നൊരു നല്ലൊരു റിവേഴ്സൽ കിട്ടിയിട്ടാണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. ഏകദേശം 328 ക്ലോസിങ് വന്നിട്ടുള്ളത്. ഒരു ബുള്ളിഷ് തന്നെയാണ്, ഒരു ഹാമറാണ്. ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാമർ ഫോം ചെയ്തിട്ടുണ്ട്. ഒരു ബുള്ളിഷ് തന്നെയാണ്, കാരണം സെല്ലിങ്ങിൽ നിന്ന് തിരിച്ച് രണ്ടാമത്തെ സെഷനിൽ സ്ട്രോങ് ഒരു ബുള്ളിഷ് വന്നിട്ടുണ്ട്. മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മുകളിലത്തെ റെസിസ്റ്റൻസ് 25,545, 24,635 തന്നെയാണ്. താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഒരു ഗ്യാപ് ഡൗൺ വന്നൊരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സപ്പോർട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 24,100, 24,250 മാർക്കറ്റ് സപ്പോർട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ വരും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഫസ്റ്റ് ഇവിടെ ആയിരിക്കും ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ളത്. ഇപ്പോഴത്തെ ഇതിൽ ഒരു പാനിക് സെല്ലിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് 24,000 താഴോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ. എങ്കിലും ഈ രണ്ട് ലെവൽസും കൃത്യമായിട്ട് നോക്കാം. 24,100, 24,250 ബൈ ചെയ്യാൻ നിൽക്കുന്നവർ ഈ ഒരു ലെവലിലോട്ട് എത്തുന്നവരെയും വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. 23,784, 23,858. സെൻസെക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻസെക്സ് കൃത്യമായിട്ട് ഒരു റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു റെസിസ്റ്റൻസിലാണ് ഇന്നലെ മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്ത് നിന്നിട്ടുള്ളത്. താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ തന്നെയായിരിക്കും സപ്പോർട്ട് എടുക്കാൻ സാധ്യത ഉള്ളത്. ഇവിടെ വന്നിട്ട് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ഒന്ന് ഇന്നത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇന്ന് എക്സ്പയറി ആണ് നിഫ്റ്റിയുടെ എക്സ്പയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് സപ്പോർട്ടുള്ള 24,000-ലും സ്ട്രോങ് റെസിസ്റ്റൻസ് വരുന്നത് 25,000-ലുമാണ്. ഓക്കെ, നമുക്ക് ചാർട്ടിലോട്ട് പോകാം. നിഫ്റ്റിയുടെ ചാർട്ട് ഇന്നലത്തെ ചാർട്ട് കൃത്യമായിട്ട് നോക്കുക. ഇന്നലെ ലൈവ് മാർക്കറ്റിൽ തന്ന ഒരു ലൈൻ മാത്രമാണ് ഞാനിതിൽ അഡീഷണൽ വരച്ചിട്ടുള്ളത്. ഈ ലെവൽ 24,119, അതായത് CPR ബ്രേക്ക് ചെയ്യാൻ സമയത്ത് ഞാൻ ഗ്രൂപ്പിൽ തന്നിട്ടുണ്ടായിരുന്ന ലെവലാണ് 24,119. ആ ഒരു ലെവൽ മാത്രമേ ഞാനിതിൽ എക്സ്ട്രാ വരച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇന്നലത്തെ മാർക്കറ്റിലുള്ളത് തന്നെയാണ്. ഞാൻ എന്തായാലും നമ്മൾ ഈ ചത്തവൻ്റെ ശവം പിന്നെ തോണ്ടി നോക്കിയിട്ട് വലിയ കാര്യമില്ല എന്ന് പറയുന്ന പോലെ ഈ തലേന്നുള്ള ചാർട്ട് ഞാൻ സാധാരണ അനലൈസ് ചെയ്യാറില്ല. എന്നാലും ഞാനിതൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. ചാർട്ട് ഇതാണ് ഇന്നലെ ഞാൻ വരച്ചിട്ടിരുന്ന ചാർട്ട്. സെൻസെക്സിൻ്റെ ചാർട്ട് കൂടെ കാണിച്ചു തരാം. സെൻസെക്സിൽ ഞാൻ പിന്നെ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇതാണ് സെൻസെക്സിൽ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ ഉണ്ടായിരുന്നിട്ടുള്ള ചാർട്ട്. വൃത്തിയായിട്ടൊന്ന് നോക്കുക ഈ ചാർട്ടിൻ്റെ ഒരു കോലം എന്താണെന്ന്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ലെവൽസിലോട്ട് പോകാം. ഇന്നലത്തെ ലെവൽസ് നോക്കി അനലൈസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല.
CPR ഒരു വൈഡ് CPR ആണ്. ഏകദേശം 24,240 തൊട്ട് 24,298 വരയ്ക്കും വരുന്നതാണ് CPR. മാർക്കറ്റ് CPRന് താഴെ ഒരു ക്ലോസ് ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ, ഈ ഭാഗത്ത് എങ്ങാനും ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നോക്കുക. മുകളിലോട്ട് 24,284, 24,298, താഴോട്ട് 24,198, 24,178. ഇതിനുള്ളിൽ എവിടെയെങ്കിലും ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് എൻട്രി നോക്കാം. 24,394, 24,413 ആയിരിക്കും ടാർഗറ്റ് വരുന്നത്. അതായത് ഇതിനുള്ളിൽ ഒരു ഗ്യാപ്പ് ഡൗൺ വരികയും മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ടാർഗറ്റ്. താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇത് ഞാൻ ഇന്നലത്തെ ലൈവ് മാർക്കറ്റിൽ വരച്ചിട്ടുള്ളതാണ്. ഡേ ലോ ആണ്. കൃത്യമായിട്ട് അവിടെ നിന്ന് തന്നെയാണ് എൻട്രി എടുത്ത് കയറിയത്. 24,119 ഇന്നലത്തെ ലോ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിന്ന് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇത് വയ്ക്കുക. പ്രീവിയസ് ഡേ ലോ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,044, 24,030, 24,000 എന്നുള്ളൊരു ഫിഗറിലോട്ട് എത്താൻ സാധ്യതയുണ്ട്. താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് ഇതുവരെ മാർക്ക് ചെയ്തിട്ടുള്ളൂ 24,394, 24,413. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനേക്കാളും വലിയ മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് അറിയില്ല. ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ പുതിയ സപ്പോർട്ടോ റെസിസ്റ്റൻസോ മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പുതിയ റെസിസ്റ്റൻസ് വരച്ച് ഇട്ട് തരാം. നമുക്ക് സെൻസെക്സിലോട്ട് പോകാം. സെൻസെക്സിൽ ഏകദേശം 200 പോയിൻ്റ് അടുപ്പിച്ചുള്ള CPR ആണ്. 79,878 തൊട്ട് 80,040 വരയ്ക്കും ഉള്ള CPR ആണ്. ഇതിലും താഴോട്ട് CPRന് താഴെയാണൊരു ഓപ്പണിംഗ് കിട്ടുന്നതെങ്കിൽ ഈ രണ്ട് ലെവൽസ് നോക്കുക. 79,884, 79,946. ഇത് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ CPRും കൂടെ ഒന്ന് കടന്നു കിട്ടണം. CPRനുള്ളിൽ ട്രേഡ് എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. CPRന് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 80,317, 80,317, 80,390 ടാർഗറ്റ് വയ്ക്കാം. താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, താഴോട്ടാണ് കിട്ടുന്നതെങ്കിൽ 79,661, 79,707 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും ഇന്നലത്തെ പ്രീവിയസ് ഡേ ലോ ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 79,261, 79,213. അപ്പം ഇതിലും ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനേക്കാളും വലിയ മൂവ്മെൻറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ അപ്ഡേഷൻസ് തരാം. അപ്പം കൃത്യമായിട്ട് നോക്കുക. എവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു എന്നതുപോലെ ഇരിക്കും. ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ക്ലോസിങ് നോക്കുക. ആദ്യത്തെ 5 മിനിറ്റിൽ ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസിങ് നോക്കിയിട്ട് വേണം റേഞ്ച് ഏതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തരാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.